2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനെ നയിക്കുന്നത് 80-കാരനായ പിണറായി വിജയനാണ്. അനാരോഗ്യം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു. LDF അധികാരത്തിൽ വന്നാൽ 80-കാരനായ അദ്ദേഹം തന്നെയാകും മുഖ്യമന്ത്രി. പിണറായി വിജയന് പക്ഷേ എത്ര കാലം മുഖ്യമന്ത്രിയായി ഇരിക്കാൻ പറ്റും എന്ന ചോദ്യം ബാക്കി. 2 വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ 2 വർഷത്തിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നാണ് വാർത്തകൾ. അങ്ങനെ വരുമ്പോൾ ആരാകും അടുത്ത മുഖ്യമന്ത്രി? LDFന് അധികാരം കിട്ടുമെങ്കിൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി? അതേക്കുറിച്ചുള്ള വീഡിയോയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്. അതേക്കുറിച്ചുള്ള സൂചനകളാണ് പൊളിറ്റിക്സ് കേരള നൽകുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയിൽ രണ്ടാമൻ MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. തളിപ്പറമ്പ് MLA ആണ് അദ്ദേഹം. പിണറായി വിജയന് ശേഷം മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യൻ മികച്ച സംഘാടകനായ MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ്. KN ബാലഗോപാലാണ് മറ്റൊരു നേതാവ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യ മന്ത്രിയുമാണ് KN ബാലഗോപാൽ. 62 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഭരണ പരിചയം അദ്ദേഹത്തിന് ഉണ്ട്. കൊട്ടാരക്കരയിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാലിനും നറുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ PM തോമസ് ഐസക്കാണ് മറ്റൊരാൾ. CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും അദ്ദേഹം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു മുമ്പ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ഡോക്ടർ PM തോമസ് ഐസക്കിനും നറുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. KK ശൈലജ ടീച്ചറാണ് മറ്റൊരു നേതാവ്. ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. 68 വയസ്സുണ്ട് ഇപ്പോൾ ടീച്ചർക്ക്. മട്ടന്നൂർ MLA ആണ് ടീച്ചർ. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ടീച്ചർക്കും നറുക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. K രാധാകൃഷ്ണനാണ് മറ്റൊരു നേതാവ്. ആലത്തൂർ MP ആണ് അദ്ദേഹം. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹം അവിവാഹിതനാണ്. 61 വയസ്സുണ്ട്. മുമ്പ് കേരള നിയമസഭയുടെ സ്പീക്കർ കൂടിയായിരുന്നു അദ്ദേഹം. K രാധാകൃഷ്ണന് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട് പിണറായി മാറുമ്പോൾ. V ശിവൻകുട്ടിയാണ് മറ്റൊരു നേതാവ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറാൻ സർവ്വതാ യോഗ്യതയുള്ള നേതാവാണ് ശിവൻകുട്ടി. CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഇപ്പോൾ. 70 വയസ്സുണ്ട് ശിവൻകുട്ടിക്ക്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മുഖം കൂടിയാണ് ശിവൻകുട്ടി നല്ല പ്രാസംഗികനാണ്, നല്ല സംഘാടകനാണ്. SFIയുടെ നേതാവായിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് നറുക്ക് വീഴാനുള്ള സാധ്യതയും ഉണ്ട്. TP രാമകൃഷ്ണൻ, LDF കൺവീനറായ TP രാമകൃഷ്ണൻ മുമ്പ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പേരാമ്പ്ര MLA ആണ്. മന്ത്രി എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് TP രാമകൃഷ്ണൻ. 75 വയസ്സുള്ള TP രാമകൃഷ്ണൻ കോഴിക്കോട്ട് നിന്നും വളർന്നു വന്ന നേതാവാണ്. SFIയിലൂടെയാണ് അദ്ദേഹം CPMലേക്ക് എത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ TP രാമകൃഷ്ണനും നറുക്ക് വീഴാനുള്ള യോഗ്യത ഉള്ള നേതാവാണ്. P രാജീവാണ് മറ്റൊരാൾ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായിരുന്നു അദ്ദേഹം. കളമശ്ശേരി MLA ആയ അദ്ദേഹം ഇപ്പോൾ വ്യവസായ മന്ത്രിയാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് അദ്ദേഹം. 58 വയസ്സുണ്ട് അദ്ദേഹത്തിന്.
ഇളമുറക്കാരൻ എന്ന നിലയിൽ പിണറായി മാറുമ്പോൾ പി രാജീവിനും നറുക്കുവീഴാം. ജോൺ ബ്രിട്ടാസാണ് എട്ടാമതൊരാൾ. 8 പേരുടെ പേരാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 8ാമത്തെ പേര് ജോൺ ബ്രിട്ടാസാണ്. മാധ്യമ പ്രവർത്തന രംഗത്ത് SFIയിൽ സജീവ സാന്നിധ്യമായിരുന്നു ജോൺ ബ്രിട്ടാസ്. ദേശാഭിമാനിയിലൂടെ മാധ്യമ പ്രവർത്തന രംഗത്തെത്തി. ബാബറി മസ്ജിദ് തകർത്ത റിപ്പോർട്ട് അദ്ദേഹം ദേശാഭിമാനിക്ക് വേണ്ടി എഴുതിയത് ശ്രദ്ധ പിടിച്ചു പറ്റി. മാത്രമല്ല, കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭ MP ആണ്. 59 വയസ്സുണ്ട് അദ്ദേഹത്തിന്. രാജ്യസഭ MP എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനമാണ് ജോൺ ബ്രിട്ടാസ് കാഴ്ചവെക്കുന്നത്. ജോൺ ബ്രിട്ടാസിനും നറുക്ക് വീഴാം പിണറായിക്ക് ശേഷം. പിണറായിക്ക് ശേഷം CPM-നെ നയിക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ നിരവധി നേതാക്കൾ CPM-ൽ ഇപ്പോഴും ഉണ്ട്. AK ബാലനെ പോലെയുള്ള ശക്തരായ നേതാക്കൾ. അതുകൊണ്ട് തന്നെ പിണറായിയുടെ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിണറായി ഇനി LDFന് അധികാരം കിട്ടിയാൽ പിണറായി മുഖ്യമന്ത്രിയാകും. അനാരോഗ്യം കാരണം പിണറായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മികച്ച ഒരു 2ാം നിര തന്നെ CPM-ലുണ്ട്. അതാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ തെളിയിക്കുന്നത്.